खुद से प्यार कविता का एक्सरसाइज देखो. खुद से प्यार എന്ന് പറഞ്ഞാൽ പാഠം, ഒന്നാം പാഠത്തിലെ എക്സസൈസ് നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. ജോഡെ ഓർ വാക്യ ലിഖേ, യോജിപ്പിച്ച് വാക്യം ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. 1, 3, 1 അങ്ങനെ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കവിതയുമായി ബന്ധപ്പെട്ട വാക്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ യോജിപ്പിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂരജ് മാനെ സൂര്യൻ, ദുനിയാക്കോ ഈ ലോകത്തിന്, ഊർജ ദേത്താ ഹേ സൂര്യൻ നമ്മുടെ ഈ ലോകത്തിന് പ്രകാശം അല്ലെങ്കിൽ അതിന്റെ ഊർജം നൽകുന്നു. പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ ഈ ലോകത്തിന് പൂക്കൾ നൽകുന്നു. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം മഴയുടെ രൂപത്തിൽ നമ്മൾക്ക് വെള്ളം നൽകുന്നു. ഇങ്ങനെയാണ് ഈ സെന്റൻസ് എഴുതേണ്ടത്. അടുത്ത വർക്ക് നോക്ക്. പെഹച്ചാനെ ഓർ ലിഖേ, മനസ്സിലാക്കി എഴുതുക. ഇവിടെ 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. ജീവൻ കാ ആധാർ ഹേ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 ചിത്രങ്ങളിലുള്ള കാര്യങ്ങൾ ജീവന്റെ ആധാരമാണ്, ജീവന്റെ അടിസ്ഥാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചിത്രം മനസ്സിലാക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് സൂര്യ അല്ലെങ്കിൽ സൂരജ്, വൃക്ഷ് അല്ലെങ്കിൽ പേട്, വൃക്ഷം അല്ലെങ്കിൽ പേട് എന്ന് പറയും. ബാദൽ അല്ലെങ്കിൽ മേഘ്, ഏത് വേർഡ് വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സൂരജ്, പേട്, ബാദൽ. सूरज जीवन का आधार है, पेड़ जीवन का आधार है, बादल जीवन का आधार है. മൂന്നാമത്തെ വർക്ക് ആശയ പഠയ और पंक्तियां ढूंढे, ആശയം മനസ്സിലാക്കി വരികൾ കണ്ടെത്തുക. ढूंढना എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. വരികളുടെ ആശയം ഇവിടെ 2 ലൈനിൽ തന്നിട്ടുണ്ട്. ആ വരികൾ നിങ്ങൾ കവിതയിൽ കണ്ടെത്തണം എന്നാണ് ക്വസ്റ്റ്യൻ. കവി ചാഹത്താ ഹെ, കവി ആഗ്രഹിക്കുന്നത് സൂരജ് അപ്പനി ഊർജ സെ പ്യാർ കരേ और संसार को ഊർജ പ്രദാൻ കരേ, സൂര്യൻ തന്റെ പ്രകാശത്തെ സ്നേഹിക്കുകയും ആ പ്രകാശം ലോകത്തിന് മുഴുവൻ പ്രദാനം ചെയ്യുകയും വേണമെന്നാണ് കവി ഇവിടെ ആഗ്രഹിക്കുന്നത്. ഈ വരികളുടെ ആശയം വരുന്ന വരികൾ നമുക്ക് കവിതയിലൂടെ കണ്ടെത്തണം. അപ്പം കവിതയിൽ സൂരജ് പറഞ്ഞാൽ സൂര്യൻ അപ്പനി ആഗ് സെ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോബി. ഈ ആദ്യത്തെ 4 ലൈനാണ് ഈ ആശയം വരുന്ന വരികൾ. അതാണ് കണ്ടെത്തി എഴുതാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് മേഘ് അപ്പനെ പാനി സെ പ്യാർ കരേ और പ്രകൃതി की प्यास बुझाए, മേഘം മഴയെ സ്നേഹിക്കുകയും ആ മഴയിലൂടെ പ്രകൃതിയുടെ പ്യാസ് ദാഹം, ബുച്ചാന കെടുത്തുക, ദാഹം ശമിപ്പിക്കുകയും ചെയ്യണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. കവി ആഗ്രഹിക്കുന്നത്. ഈ ആശയമുള്ള വരികൾ നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്താം. ബാദൽ മാനെ മേഘ്, बादल अपने जल से इतना प्यार करे कि वो दे सके जल दुनिया को भी. ഈ 4 വരികളാണ് ഈ രണ്ടാമത്തെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട വരികൾ. ഇപ്പോൾ 3 വർക്കുകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ.